Good morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Find the work done by the force vector F is equal to xy into I plus yz into j plus xz into k on a particle that moves along the curve C. R of t is equal to ti plus t square j plus t cubed k, where 0 less than equal to t less than equal to 1. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല എന്താണ്? വർക്ക് ഡൺ work done is equal to ആദ്യം നമ്മൾ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല എഴുതാം. ഫോർമുല ഇതാണ്, ഇന്റഗ്രൽ f ഡോട്ട് dr. ഇതാണ് വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല. ഇവിടെ വെക്ടർ f എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ f നമുക്ക് തന്നിട്ടുണ്ട് f ഡോട്ട് dr. വെക്ടർ f is equal to എന്താണ്? ഇവിടെ xyi plus yz into j plus xz into k. ഇതാണ് വെക്ടർ. ഇനി വെക്ടർ r എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ r എന്ന് പറഞ്ഞാൽ xi plus yj plus zk. അപ്പോൾ dr സമം എന്തായിരിക്കും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dxi plus dyj plus dzk. വെക്ടർ f കിട്ടി, വെക്ടർ r കിട്ടി. ഇനി നമ്മൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇന്റഗ്രൽ വെക്ടർ f എന്ന് പറഞ്ഞാൽ എന്താണ്? xy into I plus yz into j plus xz into k. xz into k dot dr എന്ന് പറഞ്ഞാൽ എന്താണ്? dx into I plus dy into j plus dz into k. ഇനി ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വാല്യൂ എത്ര കിട്ടണേ? ഇന്റഗ്രൽ ഓഫ് xy dx plus yz dy plus xz dz. അപ്പോൾ നമുക്ക് എക്സിലേക്കും വൈയിലേക്കും സെറ്റിലേക്കും അവസാനം കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്ന വെക്ടർ ഫംഗ്ഷനിൽ r of t എന്ന് പറയുന്നത് എന്താണ്? ti plus t square j plus t cubed k ആണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ x ന്റെ വാല്യൂ എന്തായിരിക്കും? t ആയിരിക്കും. y എന്തായിരിക്കും? t square ആണ്. z എന്താണ്? t cube ആണ്. അപ്പോൾ x ന് y ക്കും z ന് പകരം നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? x is equal to t. t into y ക്ക് എന്താണ്? t square. അപ്പോ dx എന്താണ്? dx എന്ന് പറയുന്നത് dt ആയിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. dy എന്ന് പറഞ്ഞാൽ എന്താണ്? 2t dt. dz എന്ന് പറഞ്ഞാൽ എന്താണ്? 3t square dt. കാരണം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് x y z ഫോമിൽ ആണ്. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിളിലോട്ട് t യിലേക്ക് നമ്മൾ കൺവെർട്ട് ചെയ്യണം. അപ്പോൾ t യിലേക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് x ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y ക്ക് പകരം t സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. dx ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? dx എന്ന് പറഞ്ഞാൽ dt ആണ്. പ്ലസ് y എന്താണ്? y is equal to t സ്ക്വയർ ആണ്. t സ്ക്വയർ. z എന്താണ്? t ക്യൂബ് ആണ്. dy എന്താണ്? 2t dt ആണ്. പ്ലസ് പിന്നെ ഇവിടെ x എന്താണ്? t ആണ്. z എന്താണ്? t ക്യൂബ് ആണ്. dz എന്താണ്? 3t സ്ക്വയർ dt. അപ്പോൾ നമ്മളെല്ലാം ഈ t ലോട്ട് കൺവെർട്ട് ചെയ്തു. t യിലേക്ക് കൺവെർട്ട് ചെയ്തു. ഇനി t യുടെ ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. t യുടെ ലിമിറ്റ് എന്താണ്? ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് 1 ആണ്. ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. കേട്ടോ? പിന്നെ ഇതൊക്കെ മാറ്റുകളാണ്. ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ this is equal to integral 0 to 1. ഇവിടെ t into t, t square. അപ്പോൾ t cube ഉണ്ട്. t cube dt. രണ്ടാമത്തെ ടൈമില് ഇവിടെ t square, t cube 2t. അപ്പോൾ നമുക്ക് എന്ത് വരും? t raised to 6 വരും. 3 2 6 2t raised to 6 dt plus അടുത്ത കേസിലോ t cube 3t square 3 2 6. അപ്പോൾ 3t raised to 6 dt. That is integral 0 to 1 t cube plus 2t raised to 6 plus 3t raised to 6 dt. നമുക്ക് കംപ്ലീറ്റ് t ലോട്ട് ഇത് കൺവെർട്ട് ചെയ്തുമ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? t ക്യൂബ് പ്ലസ് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 t ക്യൂബ് പ്ലസ് 3 2 5 t raised to 6 dt. t ക്യൂബ് പ്ലസ് 5t raised to 6 dt. ഇനി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? t raised to 4/4. ഇതിനെന്ത് വരും? 5t raised to 7/7. 0 to ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1/4 plus 5/7. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇത് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 7 7 I 4 20 ഡിവൈഡഡ് ബൈ 7 4 therefore 27/28. ഈ ഒരു പ്രോബ്ലത്തിന്റെ ആൻസർ എത്രയാണ് 27/28 എന്നാണ് ആൻസർ കിട്ടുക. ഇവിടെ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത് വർക്ക് ഡൺ ആണ് കണ്ടുപിടിച്ചത് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ. ഇന്റഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആർ ആണ് വർക്ക് ഡൺ കാണാൻ സാധിക്കുക. അപ്പൊ ഇവിടെ വെക്ടർ എഫ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് വൈ ഇൻറ്റു ഐ പ്ലസ് വൈ ഇസഡ് ഇൻറ്റു ജെ പ്ലസ് എക്സ് ഇസഡ് ഇൻറ്റു കെ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വെക്ടർ ആർ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ എന്നറിയാം. വെക്ടർ ആർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ആർ നമുക്ക് എന്ത് കിട്ടും ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി ഇസഡ് കെ. ഇനി വെക്ടർ എഫ് ഡോട്ട് വെക്ടർ ഡി ആർ വെക്ടർ എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഐയുടെ കമ്പോണന്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, ജെയുടെ കമ്പോണന്റ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, കെയുടെ കമ്പോണന്റ് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എക്സ് വൈ ഡി എക്സ് പ്ലസ് വൈ ഇസഡ് ഡി വൈ പ്ലസ് എക്സ് ഇസഡ് ഡി എക്സ്. അപ്പൊ എഫ് ഡോട്ട് ഡി ആർ കിട്ടി. എഫ് ഡോട്ട് ഡി ആർ നമുക്ക് എക്സിലും വൈയിലും ഇസഡിലുമാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിനെന്ത് ചെയ്യണം നമുക്ക് വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്. വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്താണ് ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ തന്നിട്ടുണ്ട്. അതിൽ എക്സ് എന്ന് പറഞ്ഞ എന്താണ് ഐയുടെ കമ്പോണന്റ് ടി ആണ്, വൈ എന്ന് പറഞ്ഞ എന്താണ് ജെയുടെ കമ്പോണന്റ് ടി സ്ക്വയർ ആണ്, ഇനി ഇസഡ് എന്ന് പറഞ്ഞ എന്താണ് കെയുടെ കമ്പോണന്റ് ടി ക്യൂബ് ആണ്. അപ്പൊ എക്സ് വൈ ഇസഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സും വൈ ഇസഡും കിട്ടിക്കഴിഞ്ഞാൽ ഡി എക്സും ഡി വൈയും ഡി ഇസഡും കിട്ടും. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് കിട്ടും, ഡി വൈ കിട്ടും, ഡി ഇസഡ്. അത് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് കിട്ടിയ എക്സ് വൈ ഡി എക്സ് പ്ലസ് വൈ ഇസഡ് ഡി വൈ എക്സ് ഇസഡ് ഡി ഇസഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ് ടിയിലോട്ട് ഷിഫ്റ്റ് ആവും. ടിയിലോട്ട് ഷിഫ്റ്റ് ആയി കഴിയുമ്പോൾ ടിയുടെ ലിമിറ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ് ടിയുടെ ലിമിറ്റ് 0 to 1, ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് 1. ആ ലിമിറ്റ് അവിടെ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടി ക്യൂബ് ഡി ടി പ്ലസ് 5t6 വരും. അതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക ടി ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ t4/4, 5t6 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5t7/7. ഇനി അതിന് നമ്മൾ അപ്പർ ലിമിറ്റ് 1 കൊടുക്കാം, ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടും 1/4 പ്ലസ് 5t7 എന്ന് പറഞ്ഞാൽ എന്താണ് 7 + 20/28 എന്ന് പറഞ്ഞാൽ എന്താണ് 27/28. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ ആൻസർ 27/28 ആണ്. ഇത് എന്ന് ചോദിച്ച ചോദ്യമാണ് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.